Hi friends, welcome to Happy Life TV. സംശയിക്കേണ്ട മദ്യം സെക്സിൻ്റെ ശത്രുവാണ്. പലപ്പോഴും ഉദാഹരണ പ്രശ്നങ്ങളും ഇടയ്ക്ക് ഉദാഹരണം നഷ്ടപ്പെടുന്ന ഇറക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്ന പല പ്രശ്നങ്ങളുമായി കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന ആളുകളിൽ പലപ്പോഴും നമ്മൾ മദ്യം ഒരു വില്ലനായതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല നിരവധി പഠനങ്ങളും ഇത് സമർത്ഥിച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ നിരന്തരമായ ഉപയോഗം ബ്രെയിൻ അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകൾ കരളിൻ്റെയൊക്കെ ക്ഷയത്തിന് കാരണമാവുകയും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഉദാഹരണ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നു എന്നാണ് ഈ പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഒരു പക്ഷേ ചില ആളുകൾക്ക് നമ്മുടെയൊക്കെ ഇടയിലുള്ള ചില ആളുകൾക്കുള്ള ഒരു തെറ്റുധാരണയുണ്ട്, ഒരു അബദ്ധ വിശ്വാസമുണ്ട്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലൈംഗികമായ തീവ്രത, ലൈംഗികമായ വീര്യം, ശക്തി വർദ്ധിക്കുമെന്ന്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് പലരും ലൈംഗികതയുടെ ആസ്വാദനം കിട്ടാൻ വേണ്ടി പലപ്പോഴും മദ്യം കഴിച്ചതായിട്ട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്, പലരും പറയാറുണ്ട്. ഇവിടെ ഒരുപക്ഷെ മദ്യം കഴിച്ച ഉടനെ തന്നെ രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ അല്പം വർദ്ധിക്കുന്നതുകൊണ്ട് ആ സമയത്തൊരു ചെറിയ ഒരു പ്രത്യേകമായ ഉത്തേജനം തോന്നാമെങ്കിലും അല്പസമയം കഴിയുന്നതോടുകൂടെ മിക്കവാറും ഈ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പസമയം കഴിയുന്നതോടുകൂടെ അവർക്ക് ഉദാഹരണം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നീട് അത് വീണ്ടെടുക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വർദ്ധിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മദ്യത്തിൻ്റെ വല്ലാത്ത ഉപയോഗമാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല പുരുഷന് ലൈംഗികമായ താല്പര്യം കുറക്കുന്നു. അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോണിൻ്റെ അളവിനെ ഇത് സാരമായി ബാധിക്കുന്നു. ഇതിനും അപ്പുറത്തുള്ള മറ്റൊരു പ്രശ്നം വന്യലൈംഗികതയിലേക്ക് പുരുഷൻ പോകാൻ ഇത് ഇടയാകുന്നു എന്നുള്ളതാണ്. വന്യലൈംഗികത എന്ന് പറയുന്നത് വൈൽഡ് സെക്സ്. പല സ്ത്രീകളും പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മദ്യം കഴിച്ച് വരുന്ന ഭർത്താവ് വന്യമായ ലൈംഗികതയിലേക്ക് പോകുന്നത് കൊണ്ട് പലപ്പോഴും പ്രയാസങ്ങൾ നേരിടുന്നു. അക്രമ സ്വഭാവമുള്ള ലൈംഗികത ഇഷ്ടപ്പെടുന്നു മദ്യം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ മദ്യം എന്ന് പറയുന്നത് സ്വസ്ഥവും സന്തോഷകരവും ആനന്ദകരവുമായ ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ലൈംഗിക ജീവിതത്തിലെ ആനന്ദത്തെയും ഇത് സാരമായി ബാധിക്കുന്നുവെന്നാണ് അനുഭവങ്ങളും പഠനങ്ങളും മുഴുവനും തെളിയിച്ചിട്ടുള്ളത്. സ്ത്രീകളാണെങ്കിലും അല്പം മാത്രം മദ്യം കഴിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ ലൈംഗിക താല്പര്യം ഇത് കുറക്കുന്നുവെന്ന് മറ്റു ചില പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല മദ്യം കഴിക്കുന്ന സ്ത്രീകൾ, അത് അല്പമാണെങ്കിൽ പോലും മദ്യം കഴിക്കുന്ന സ്ത്രീകളിൽ അവരുടെ ലൈംഗികതയുടെ ആനന്ദമൂർച്ച, രതിമൂർച്ച ഒന്നുകിൽ അതിൻ്റെ സുഖം കുറക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും രതിമൂർച്ച ഇല്ലാത്ത, ഓഗാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സ്ത്രീകളും മാറുന്നു എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് പുറത്ത് വെക്കേണ്ട, നമ്മുടെ വ്യക്തിത്വത്തിന് പുറത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും ആനന്ദകരമായ ലൈംഗിക ജീവിതവും സ്വസ്ഥമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പുറത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് മദ്യം. ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലവിൽ പലപ്പോഴും പലരും കൗൺസിലിങ്ങിന് വേണ്ടി വരുമെന്ന് പറയുന്ന ഉദാഹരണ പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെയുള്ള മറ്റു പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.